ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തൽബീനയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണെന്നാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഇത് നോമ്പ് തുറയുടെ സമയത്തും പിന്നെ അത്താഴത്തിനൊക്കെ കഴിക്കാട്ടോ. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ബാർലേരി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബാർലേരി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം. ബാർലി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. വെയിറ്റ് ലോസിനും പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ബാർലേരി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ ഇതൊന്ന് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നാൽ മാത്രമാണ് നല്ലോണം തന്നെ നമുക്ക് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ബാർലി അരിക്ക് പകരമായിട്ട് ബാർലി അരിയുടെ പൊടി ഉണ്ടാവും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. പിന്നെ ബാർലരി നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കൊക്കെ ചെയ്യാം കേട്ടോ. കഴുകിയിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കി പൊടിച്ചാൽ മതി. പക്ഷെ അതിനേക്കായി എളുപ്പം ഇതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കുകയാണ് എളുപ്പം. അപ്പോൾ അതേ കുതിർന്ന് വന്നിട്ടുള്ള ബാർലരി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഞാനൊരു 6 ബദാം പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുവട് കട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഒരു മിക്സി ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ചേർക്കേണ്ടത്. പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിത് അടുപ്പത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഈ ഒരു കട്ടകളൊക്കെ ഉണ്ടാവില്ല ഇതിൽ, ഇതൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് കേട്ടോ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു ബാർലേരി ചേർത്ത് കൊടുത്തില്ലേ അരച്ചത്, അതൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഇതിൽ ഉപ്പ്, പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു റെസിപ്പി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു റെസിപ്പിയുടെ പിന്നിലുള്ള കഥകളും എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ചെയ്തൊരു വിഭവമാണ് കേട്ടത്. നോമ്പ് തുറയുടെ സമയത്തും അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് കണ്ടപ്പോൾ ഒന്ന് ചെയ്തു എന്ന് മാത്രമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ അതെ നന്നായിട്ട് ഇത് തിളച്ചിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ബാർലിയുടെ ആ ഒരു അരപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും സീഡും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ സീഡ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് ഈത്തപ്പഴം ചെറുതാക്കിയിട്ട് കുരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാം പരിപ്പ് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളരിക്കയുടെ സീഡ് കൂടെ അങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ അവസാനമായിട്ട് കുറച്ച് ഹണി കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഹണി ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടത്. ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നല്ല ഫില്ലായ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു നട്ട്സ്, സീഡ് അതന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വെറും ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും വിഷമോ സങ്കടമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു തൽബീന കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ശരിയാവും എന്നൊക്കെയാണ് കേട്ടോ പറയുക. മനസ്സൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ വരുന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.